കലോത്സവ വിശേഷങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. വിജിൻ തുടരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിജിൻ, നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനകീയ പങ്കാളിത്തത്തെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയ ഭേദമന്യേ ഇത് സ്നേഹത്തിൻ്റെതാണ്, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു വലിയൊരു പങ്കാളിത്തം ഈ ഒരു കലോത്സവത്തെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം പറയുകയുണ്ടായി. അപ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്തൊക്കെ ഈ ആളുകളൊക്കെ തന്നെ എത്തി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വേദികളൊക്കെ തന്നെ നിറയുന്നൊരു കാഴ്ച നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളെ കൊണ്ടും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെയായി മറ്റ് നാട്ടുകാരും ഒക്കെയായി വേദിയൊക്കെ പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴിതാ ഈ നമ്മുടെ പല കമ്മിറ്റികളായി അധ്യാപക സംഘടനകളും ഒപ്പം തന്നെ മറ്റ് സംഘടനകളും ചേർന്നാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അങ്ങനെ പല കമ്മിറ്റികളുടെ കൺവീനർമാരൊക്കെയാണ് നമുക്കൊപ്പം ഉള്ളത്. അവരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധ്യാപകരാണ്, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? ഏത് കമ്മിറ്റിയുടെ കൺവീനറാണ്? SCRT ഡയറക്ടറാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ എല്ലാ ഒരുക്കങ്ങളും വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ ഒരു കലോത്സവമാണ് തിരുവനന്തപുരത്തുള്ളത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ആവേശത്തോടുകൂടി തിരുവനന്തപുരം വർഷങ്ങൾക്ക് ശേഷം ഈ കലോത്സവത്തെ വരവേൽക്കുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തിരുവനന്തപുരത്ത് കുറേ കാലമായി ജീവിക്കുന്ന ആളാണ്. ഈ ആഘോഷങ്ങളൊക്കെ തിരുവനന്തപുരംകാർ ഏറ്റെടുക്കുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. വലിയ ആരവത്തോടെ അവർ ഏറ്റെടുക്കുകയാണ്. ഒരു ലൈറ്റ് ഇട്ടാൽ പോലും ആളുകൾ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ആളുകളുടെ തിരക്ക് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗംഭീരമായാണ്. തിരുവനന്തപുരം ജില്ല ആകെ ഒഴുകി വരുന്ന തരത്തിലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ന് വിദ്യാലയങ്ങൾ അവധിയായിട്ട് പോലും ധാരാളം കുട്ടികൾ, ടീച്ചേഴ്സ് തുടങ്ങി പൊതു സൊസൈറ്റി സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെ ഒരു പരിച്ഛേദം ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും.